ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സുപ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അതിർത്തി രക്ഷാ സേന രൂപീകരണ ദിനത്തിൽ ജവാന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെലങ്കാനയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 7 ഇടതുപക്ഷ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഫെൻജൽ ചുഴലിക്കാറ്റിന് ശക്തി കുറഞ്ഞു. തീവ്ര ന്യൂനമർദ്ദമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വനിതാ സിംഗിൾസിലും വനിതാ ഡബിൾസിലും ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും സംബന്ധിക്കുന്ന സുപ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഒഡീഷയിൽ ഇന്ന് സമാപിച്ച അഖിലേന്ത്യാ പോലീസ് വാർഷിക സമ്മേളനത്തിലാണ് ചർച്ച നടന്നത്. 3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ, തീരസുരക്ഷ, സൈബർ കുറ്റകൃത്യങ്ങൾ, നക്സൽ പ്രതിസന്ധി, AI, ഡ്രോൺ ഭീഷണി, മയക്കുമരുന്നുകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മൊഹിൻ എന്നിവരും വിവിധ സംസ്ഥാന ഡിജിപിമാർ ഉൾപ്പെടെ 200ഓളം ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിർത്തി രക്ഷാസേന BSFന്റെ രൂപീകരണ ദിനത്തിൽ ജവാന്മാർക്കും കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ അഭിമാനവും അഭിലാഷങ്ങളും സംരക്ഷിക്കാൻ BSF സൈനികർ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നതായി ആഭ്യന്തരമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർത്തവ്യ നിർവഹണത്തിനിടയിൽ ജീവൻ ത്യജിച്ചവർക്ക് കേന്ദ്രമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. എയ്ഡ്സ് ബാധിതരോട് സഹാനുകമ്പ പുലർത്തണമെന്നും അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും കേന്ദ്രമന്ത്രി JP നഡ്ഡ ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എയ്ഡ്സ് മരണത്തിൽ 79% കുറവുണ്ടായിട്ടുണ്ട്. പുതിയ രോഗബാധിതരിലും 44% കുറവുണ്ടായി. രോഗപ്രതിരോധത്തിനായി ഏറ്റവും ചിലവ് കുറഞ്ഞ ചികിത്സാരീതികളും രാജ്യത്ത് ലഭ്യമാണെന്നും ശ്രീ നഡ്ഡ പറഞ്ഞു. दिवस अपने आप को HIV से प्रोटेक्ट करने के लिए भी कमिटमेंट है. जो HIV के साथ जी रहे हैं उनको हम सामान्य जीवन में अपने साथी के रूप में देखें. आज का थीम है टेकिंग द राइट्स पाथ, यानी लोगों को उनके अधिकारों के साथ उस रास्ते पर ले जाना है जो मुख्य धारा में उनको शामिल कर सके. इसको भी ध्यान में रखने का दिवस है. 2030ഓടെ രാജ്യം സമ്പൂർണ്ണമായി എയ്ഡ്സ് രോഗമുക്തമാകുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. തെലങ്കാനയിലെ മുളുഗു ജില്ലയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 7 ഇടതുപക്ഷ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. തീവ്രവാദി നേതാവ് ഭദ്രു എന്ന പാപ്പണ്ണ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. പോലീസിന് വിവരങ്ങൾ ചോർത്തി നൽകുന്നതായി ആരോപിച്ച് ഗോത്രവിഭാഗത്തിലെ 2 പേരെ ഈ സംഘം കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പോലീസുമായി ഏറ്റുമുട്ടൽ നടന്നത്. കൊല്ലപ്പെട്ടവരിൽ നിന്ന് 2 AK-47 തോക്കുകളും പോലീസ് കണ്ടെടുത്തു. രാജ്യത്തെ മഹാത്മാക്കളിൽ പലരും ചരിത്രരചനയിൽ വിസ്മരിക്കപ്പെടുകയാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ നടന്ന രാജ മഹേന്ദ്ര പ്രതാപിന്റെ 138ാമത് ജന്മവാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യം രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് പോലുള്ള മഹാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ്. മികച്ച നയതന്ത്ര വിദഗ്ധനും ദേശീയവാദിയുമായിരുന്നു മഹേന്ദ്ര പ്രതാപ്. ചരിത്രരചനയിൽ ഈ മഹാത്മാക്കളെ മറന്നുപോകുന്നത് വലിയ പോരായ്മയാണെന്നും ശ്രീ ധൻകർ വ്യക്തമാക്കി. പുതുച്ചേരിക്കും വടക്കൻ തമിഴ്നാടിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഫെൻജൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇത് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട 100-ലധികം ആളുകളെ കരസേന രക്ഷപ്പെടുത്തി. കനത്ത നാശം നേരിട്ട പുതുച്ചേരിയിൽ ദുരന്ത നിവാരണ സംഘം രക്ഷാപ്രവർത്തനം നടത്തുന്നു. കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിലായി കഴിഞ്ഞ രാത്രിയിലാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ബുധനാഴ്ച വരെയും ലക്ഷദ്വീപ് തീരത്ത് വ്യാഴാഴ്ച വരെയും മീൻപിടുത്തത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. ശബരിമലയിൽ പ്രകൃതിക്ഷോഭമടക്കം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ പമ്പയിലും സന്നിധാനത്തും ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമെന്ന് NDRF ടീം കമാൻഡർ ജയന്തോ കുമാർ മണ്ഡൽ. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് NDRF പ്രവർത്തിക്കുക.
സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് NDRF ശബരിമലയിലെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലഖ്നൌവിൽ നടക്കുന്ന സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസിലും വനിതാ വിഭാഗം സിംഗിൾസിലും ഡബിൾസിലും ഇന്ത്യയ്ക്ക് കിരീടം. പുരുഷ സിംഗിൾസിൽ സിംഗപ്പൂർ താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ കിരീടം നേടിയത്. ചൈനീസ് താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് വനിതാ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവും ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും സ്വർണ്ണം നേടിയത്. എന്നാൽ പുരുഷ വിഭാഗം ഡബിൾസ് മിക്സഡ് ഡബിൾസ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FC പോരാട്ടം. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. യുവാക്കൾ ആരോഗ്യ ലഹരിമുക്ത ജീവിത രീതി പിന്തുടരുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് പട്നയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഗാന്ധി മൈതാനിൽ നിന്ന് ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാളാണ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തത്. യുവാക്കൾ ആരോഗ്യകരമായ ജീവിതചര്യ പിന്തുടരണമെന്നും വ്യായാമം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും സൈന നെഹ്വാൾ പറഞ്ഞു. अच्छा लगता है जब आई सी सो मेनी पीपल पार्टिसिपेटिंग इन द मैराथन और इतने अच्छे कॉज के लिए है ये मैराथन. एज ए स्पोर्ट्स पर्सन मैं यही बोल सकती हूँ, स्टे फिट. बट टुडे जहाँ इतने सारे लोगों को देख के मुझे अब वो बोलना एक्चुअली शायद बनता नहीं, क्योंकि सब लोग फिट रहना चाहते हैं. പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മറ്റ് പാർട്ടികളുമായി സഖ്യത്തിനില്ലെന്ന് മുൻ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 11 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന ആദ്യ പട്ടിക AAP പുറത്തുവിട്ടു. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടാ സംഘത്തിന്റെ ഇരയാണ് ആം ആദ്മി പാർട്ടി MLA നരേഷ് ബില്യനെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗുണ്ടാ നേതാവ് കപിൽ സാങ്വാനും പണം തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടി MLAയുമായി നടത്തിയ സംഭാഷണത്തിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ. വിഷയത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുന്നതിനായി സത്യസന്ധമായ അന്വേഷണം ആവശ്യമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഡൽഹി കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടി MLA നരേഷ് ബില്യനും ഗുണ്ടാ സംഘം കപിൽ സാങ്വാനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. ഗുണ്ടാ സംഘത്തിന്റെ ഓഡിയോയും AAP MLAയുമായുള്ള ബന്ധവും അന്വേഷിക്കുകയാണ്. അതിനിടെ MLAയെ ഡൽഹി കോടതി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹി BJP ഘടകം ഈ മാസം 8 മുതൽ പരിവർത്തൻ യാത്ര ആരംഭിക്കും. 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഒരേ സമയം ആരംഭിക്കുന്ന പദയാത്ര എല്ലാ ദിവസവും ഒരു നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തും. ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടുകയാണ് പദയാത്രയുടെ ലക്ഷ്യം. ഈ മാസം 20-നാണ് യാത്രയുടെ സമാപനം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നു എന്ന തെറ്റായ പ്രചാരണം നടത്തിയ ആൾക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരാതി നൽകി. EVMകളിൽ കൃത്രിമം, ഹാക്കിംഗ് തുടങ്ങി തെറ്റായതും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. പരാതിയിൽ മുംബൈ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മഹാരാഷ്ട്രയിലെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് തന്റെ പൂർണ്ണവും നിരുപാധികവുമായ പിന്തുണ നൽകുമെന്ന് കാവൽ മുഖ്യമന്ത്രിയും ശിവസേനാ നേതാവുമായ ഏക്നാഥ് ഷിൻഡെ ആവർത്തിച്ചു. മഹായുതി നേതാക്കൾക്കിടയിലെ ഐക്യം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കഴിഞ്ഞ 2.5 വർഷമായി തന്റെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുമെന്ന് സത്താറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ നാളെ തീരുമാനിക്കുമെന്ന് ശ്രീ ഷിൻഡെ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 5-ന് നടക്കും. മുംബൈ ആസാദ് മൈതാനത്തിലാണ് ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് BJP മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. BJP, ശിവസേന ഷിൻഡെ വിഭാഗം, NCP അജിത് പവാർ വിഭാഗം എന്നീ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹായുതി സഖ്യം ആകെയുള്ള 288 സീറ്റിൽ 230 നേടിയാണ് അധികാരത്തിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സുപ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അതിർത്തി രക്ഷാസേന രൂപീകരണ ദിനത്തിൽ ജവാന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെലങ്കാനയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 7 ഇടതുപക്ഷ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഫെൻജൽ ചുഴലിക്കാറ്റിന് ശക്തി കുറഞ്ഞു. തീവ്ര ന്യൂനമർദ്ദമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വനിതാ സിംഗിൾസിലും വനിതാ ഡബിൾസിലും ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.